Hi students, Namaskaram. In the video, accounting standard number 15, accounting for employee benefits. The liability based accounting standard in the group വരുന്നതാണ്. കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിൾ സ്റ്റാൻഡേർഡ് ആണ്. പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ സ്റ്റാൻഡേർഡ് ആണ്. സാധാരണ എല്ലാ സ്റ്റാൻഡേർഡിലും പറയുന്നത് പോലെ ഈ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ടേമുകളൊക്കെ നമ്മളെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡാണ്. ഈ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യേണ്ട സ്ഥാപനമാണ് നമ്മുടേതെങ്കിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് നമ്പർ 15 ഫോളോ ചെയ്യേണ്ട സ്ഥാപനത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എംപ്ലോയീസ്, പ്രസന്റ് എംപ്ലോയീസ് ആവാം, പാസ്റ്റ് എംപ്ലോയീസിന് സർവീസ് നൽകുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്ഥാപനം സാലറീസ്, വേജസ്, വേരിയസ് ടൈപ്സ് ഓഫ് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യല്ലോ. ഗ്രാറ്റുവിറ്റി, പ്രോവിഡന്റ് ഫണ്ട്, വേരിയസ് ടൈപ്സ് ഓഫ് കൺസിഡറേഷൻസ്. അത് ക്യാഷ് ആയിട്ടാവാം, കൈൻഡ് ആയിട്ടാവാം പ്രൊവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ അക്കൗണ്ടിങ് എങ്ങനെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യണം. അതായത് ജേണൽ ബുക്കിൽ വളരെ സിമ്പിൾ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ജേണൽ ബുക്കിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക, എൻട്രി എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക, ലെഡ്ജർ ബുക്കിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യണം, ഫൈനലൈസേഷൻ എങ്ങനെ ചെയ്യണം, അതിന് നോട്ട്സ് ടു അക്കൗണ്ട്സിലൊക്കെ കമ്പനിയുടെ കേസസിലൊക്കെ ആണെങ്കിൽ നോട്ട്സ് ടു അക്കൗണ്ട്സിലൊക്കെ എങ്ങനെ ഡിസ്ക്ലോഷർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളുടെ ഗൈഡ് ലൈൻസ് ആണ് AS15 നൽകുന്നത്. പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് എംപ്ലോയറുടെ സൈഡിലുള്ള അക്കൗണ്ടിങ് ആണ്, എംപ്ലോയിയുടെ സൈഡിലുള്ള അക്കൗണ്ടിങ് അല്ല. അപ്പോൾ നമ്മുടെ സ്ഥാപനം എംപ്ലോയറാണ്. എംപ്ലോയറായ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എംപ്ലോയീസിന് അവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മീൻസ് ബെനിഫിറ്റ്സ് കൊടുക്കുമ്പോൾ സാലറി, വേജസ്, അങ്ങനെ വേരിയസ് ടൈപ്സ് ഓഫ് ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ. ക്യാഷ് ആയിട്ടാവാം, കൈൻഡ് ആയിട്ടാവാം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കൊടുക്കാനുണ്ടെങ്കിൽ എൻട്രി എഴുതണം, അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം, ഫൈനലൈസേഷൻ ചെയ്യണം, അതിന്റെ ഡിസ്ക്ലോഷേഴ്സ് വേണം. ഓക്കെ, അതിന്റെ ഗൈഡ് ലൈൻസ് ആണ് AS15 നൽകുന്നത്. അപ്പോൾ ഇത് ഈ സ്റ്റാൻഡേർഡിൽ നമ്മളെ പഠിച്ചിട്ടുണ്ട് എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻസ്, ഷെയർ ബേസ്ഡ് പേയ്മെന്റ്സ്. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എസ്പെഷ്യലി കമ്പനി ആണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എംപ്ലോയീസ് നമ്മൾ എന്ത് ചെയ്യും, ഷെയർസ് ഇഷ്യൂ ചെയ്യല്ലോ. അപ്പൊ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ഷെയർ ബേസ്ഡ് പേയ്മെന്റ്സ് എംപ്ലോയീസിന് ചെയ്യുമ്പോൾ അതിന്റെ ഗൈഡ് ലൈൻസ്, അതിന്റെ അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഈ സ്റ്റാൻഡേർഡിൽ നൽകുന്നില്ല. അതിന് സെപ്പറേറ്റ് സ്റ്റാൻഡേർഡുകൾ തന്നെയാണ്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. അതുകൂടാതെ വേരിയസ് ടൈപ്സ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ് പ്ലാനുകൾ ഉണ്ടാവാം. ആ വേരിയസ് ടൈപ്സ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ് പ്ലാനുകളുടെ അക്കൗണ്ടിങ്ങും റിപ്പോർട്ടിങ്ങും ഗൈഡ് ലൈൻസും ഈ സ്റ്റാൻഡേർഡിലില്ല. ഓക്കെ, വേരിയസ് ടൈപ്സ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ് പ്ലാനുകളുടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്രാറ്റുവിറ്റി പ്ലാനുകൾ ഉണ്ടാവും, പ്രോവിഡന്റ് ഫണ്ട് പ്ലാനുകൾ ഉണ്ടാവും. ആ പ്ലാനുകളുടെ റിപ്പോർട്ടിങ്ങും അക്കൗണ്ടിങ്ങും ഗൈഡ് ലൈൻസും ഇതിലില്ല. അപ്പോൾ ഈ സ്റ്റാൻഡേർഡിൽ തരുന്ന ഗൈഡ് ലൈൻസ് നമ്മുടെ എംപ്ലോയീസിന് കൊടുക്കുന്ന ബെനിഫിറ്റ്, ക്യാഷ് ആയിട്ടും കൈൻഡ് ആയിട്ടും കൊടുക്കുന്ന ബെനിഫിറ്റുകളുടെ അല്ലെങ്കിൽ കൊടുക്കാനുള്ള ബെനിഫിറ്റുകളുടെ അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്ത് വരുന്നില്ല, ഷെയർ ബേസ്ഡ് പേയ്മെന്റ്സും വരുന്നില്ല, പിന്നെ വേരിയസ് ടൈപ്സ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ് പ്ലാനുകളുടെ റിപ്പോർട്ടിംഗ് ആൻഡ് അക്കൗണ്ടിങ്ങും ഈ സ്റ്റാൻഡേർഡിന്റെ അണ്ടറിൽ വരുന്നതല്ല. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡിന്റെ പർപ്പസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എംപ്ലോയീസിന് പലതരത്തിലുള്ള ബെനിഫിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ക്ലാസിഫിക്കേഷൻസ് മനസ്സിലാക്കാനുണ്ട്. അതിൻ്റെയൊക്കെ അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യണം, അതിൻ്റെയൊക്കെ അക്കൗണ്ടിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡും ഡിസ്ക്ലോഷറും വേണം. ജേണൽ ടു ബാലൻസ് ഷീറ്റുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചെടുക്കാൻ പറ്റുന്ന സിമ്പിൾ സ്റ്റാൻഡേർഡാണ്. ബട്ട് അസറ്റ് ബേസ്ഡിന്റെ ഗ്രൂപ്പിൽ വരുന്നതല്ല, ഐറ്റംസ് ഇമ്പാക്റ്റിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ല, പിന്നെ ലാബിലിറ്റി ബേസ്ഡ് സ്റ്റാൻഡേർഡാണ്. നമുക്കറിയാം, ഒരു ഐറ്റത്തിന് ലാബിലിറ്റി എന്ന് പറയണമെങ്കിൽ ജേണൽ ബുക്കിൽ അതിന് എൻട്രി ഉണ്ടാവണമെന്നും ലെഡ്ജർ ബുക്കിൽ അതിനൊരു അക്കൗണ്ട് ഉണ്ടാവണമെന്നും ബാലൻസ് ഉണ്ടാവണം എന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ലാബിലിറ്റി ബേസ്ഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ ഗ്രൂപ്പിൽ വരാനുള്ള റീസൺ ഇതാണ്. ഓക്കെ,
ഇനി നമ്മുടെ ഈ സ്ഥാപനം സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുമ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യേണ്ടത് എംപ്ലോയീസിന് കൊടുക്കുന്ന ബെനിഫിറ്റുകളുടെ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ ആവണം, എംപ്ലോയീസ് ആവണം. ആ എംപ്ലോയീസ് ഫുൾ ടൈം എംപ്ലോയി ആവാം, പെർമനന്റ് എംപ്ലോയി ആവാം, കാഷ്വൽ പാർട്ട് ടൈം ആവാം, പ്രസന്റ് എംപ്ലോയി ആവാം, പാസ്റ്റ് എംപ്ലോയീസ് ആവാം. എംപ്ലോയി ആവണം, അതും എംപ്ലോയർ റിലേഷൻഷിപ്പ് നിർബന്ധമായിട്ടും ഉണ്ടാവണം. അപ്പൊ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്റ്റാൻഡേർഡ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ കോൺട്രാക്ട് ഓഫ് സർവീസസ്, കോൺട്രാക്ട് ഫോർ സർവീസസ് അല്ല, നമ്മൾ പ്രൊഫഷണൽസിനെ യൂസ് ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു ഓഡിറ്റിംഗ് ചെയ്യാൻ ഫൈനൽ ഓഡിറ്റ് എക്സ്റ്റേണൽ ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യുകയാണെന്ന് കരുത്. ഒരു പ്രൊഫഷണൽ സർവീസ് ആണ്. ഇന്റേണൽ ഓഡിറ്ററെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ അപ്പോയിന്റ് ചെയ്യുന്നു എന്ന് കരുത്, അത് എംപ്ലോയി ആണ്. ഓക്കെ, അപ്പൊ ഒരു അഡ്വക്കേറ്റിനെ യൂസ് ചെയ്യുകയാണ്, ഒരു പ്രൊഫഷണൽ ആണ്. ഒരു അഡ്വക്കേറ്റിനെ നമ്മുടെ കമ്പനിയിൽ ഒരു പോസ്റ്റിൽ പെർമനന്റ് ആയിട്ട് ഒരു എംപ്ലോയി ആയിട്ട് പോസ്റ്റ് ചെയ്യുമ്പോഴേ അത് എംപ്ലോയർ റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. അപ്പൊ പ്രൊഫഷണൽസിന് അപ്പൊ സിറ്റുവേഷൻ നോക്കണം. അപ്പൊ എംപ്ലോയീസിന് ബെനിഫിറ്റുകൾ കൊടുക്കുമ്പോഴാണ് അതിന്റെ അക്കൗണ്ടിങ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്റ്റാൻഡേർഡിന്റെ ഗൈഡ് ലൈൻസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ചുരുക്കി പറഞ്ഞാൽ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടാവണം. അതും പെർമനന്റ് എംപ്ലോയി ആവാം, പാർട്ട് ടൈം എംപ്ലോയി ആവാം, പ്രസന്റ് എംപ്ലോയി ആവാം, മുന്നേ റിട്ടയർ ചെയ്ത് പോയ എംപ്ലോയീസിൻ്റെതാവാം, എല്ലാം കൂടി ചേർന്നതാണ്. ബട്ട് എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ബെനിഫിറ്റുകളുടെ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ ആണ് നമ്മൾ ഈ സ്റ്റാൻഡേർഡിന്റെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോ തിയറി പാർട്ട് നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ സ്റ്റാൻഡേർഡിൽ പറയുന്ന ടേമുകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പാർട്ടായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അതില് ഫസ്റ്റ്, ദ അക്കൗണ്ട് സ്റ്റാൻഡേർഡ് നമ്പർ 15 എംപ്ലോയീസ് ബെനിഫിറ്റ് ജനറലി ഡീൽസ് വിത്ത് all forms of employee benefits, all forms of consideration given by an enterprise in exchange for services rendered by employees. The objective of this standard is to prescribe the accounting treatment and the disclosure for employee benefit in the books of employer except employee share based payments. പറഞ്ഞല്ലോ ESOP. It does not deal with accounting and reporting by employee benefit plans. എംപ്ലോയി ബെനിഫിറ്റ് പ്ലാനുകളുടെ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിങ്ങിനും ഷെയർ ബേസ്ഡ് പേയ്മെന്റുകളുടെ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിങ്ങിനും ഈ സ്റ്റാൻഡേർഡ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതില്ല. അതും എംപ്ലോയേഴ്സിന്റെ സൈഡിലുള്ള അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ മാത്രമാണ്. അതല്ലേ, the standard makes 4 things very clear at the outset. The standard is applicable to benefits provided to all types of employees, whether full-time, part-time or casual staff. Employee benefit can be paid in cash or in kind. Employee benefit includes a benefit provided to employees and their dependents, spouses, children and others. Payment can be made directly to their employees, dependent or to any other party, legal heirs, nominees, insurance companies, trustees, etc. ഇപ്പോൾ പെൻഷൻ സ്കീമൊക്കെ ഉണ്ടാവും, വേരിയസ് ടൈപ്സ് ഓഫ് പെൻഷൻ സ്കീമൊക്കെ ആകുമ്പോഴേ നമ്മുടെ സ്ഥാപനത്തിന് ഇൻഷുറൻസ് കമ്പനിയൊക്കെ ആയിട്ട് എഗ്രിമെന്റ് ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. The standard is based on the premise that the cost associated with the employee benefit should be matched with the timing of their service. That means അതിന്റെ മെയിൻ പർപ്പസ് ഇതാണ്. മാച്ചിങ് കോൺസെപ്റ്റ് പക്ക ക്ലിയർ ആക്കൽ മാത്രമാണ്. നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ബെനിഫിറ്റ് കൊടുക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിന് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി തന്നെയാണ്.
ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്നതും ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നതും സാലറി വേജസ് മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിന് സെയിൽ കൂടാനും അതല്ലെങ്കിൽ സർവീസസ് കൂടുതൽ കിട്ടാനും അതുകൂടാതെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ അത് പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ പെൻഷൻ റിട്ടയർമെന്റിന് ശേഷം പെൻഷൻ കൊടുത്ത് ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നതിന്റെ ബെനിഫിറ്റ് ആക്ച്വലി എംപ്ലോയീസിന് അടുത്ത് ഇപ്പോഴും കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. സോ അത് മാച്ചിങ് കോൺസെപ്റ്റ് കറക്റ്റ് ചെയ്യുന്നത് തന്നെയാണ് AS15 അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്. This requires assessment of their anticipated cost and their timing in future and aligning those costs over the period of their services. For example, a bonus payable to an employee for a long-term services should ideally be spread over the period of the services and the expectations that the employee is expected to complete that service. Likewise, pension payable to an employee must be recognized as a cost during the service period itself, irrespective of the fact that the pension is payable after the service is completed. ഇപ്പോൾ റിട്ടയർ ചെയ്ത് പോയതിനു ശേഷം കൊടുക്കുന്ന പെൻഷൻ ആണെങ്കിൽ പോലും അതിന്റെ അക്കൗണ്ടിങ് സർവീസിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ സ്ഥാപനം ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിന് മാച്ചിങ് കോൺസെപ്റ്റ് പക്കാ ക്ലിയർ ആവും. അതിന്റെയൊക്കെ കാൽക്കുലേഷനും അതിന്റെ അക്കൗണ്ടിങ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ്, നമ്മുടെ സ്ഥാപനത്തിലുള്ള എംപ്ലോയീസിന് വേരിയസ് ടൈപ്സ് ഓഫ് ബെനിഫിറ്റ്സ് കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കാനുള്ളത് ആസ് പെർ എഗ്രിമെന്റ് ആയിരിക്കാം. ഒരു എംപ്ലോയി ജോയിൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ജോയിനിങ് ടൈമിൽ തന്നെ എഗ്രിമെന്റ് ഓർ പ്ലാൻ ഉണ്ടാവാം. അതിന്റെ ബേസിസിലായിരിക്കാം, ആ ഒരു എഗ്രിമെന്റിന്റെ ബേസിസിലായിരിക്കാം നമ്മുടെ സ്ഥാപനം എംപ്ലോയീസിന് സാലറീസും വേജസും മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവും. ഓർ ആസ് പെർ ലോ ആവാം, അതല്ലെങ്കിൽ ഇൻഫോർമൽ പ്രാക്ടീസസ് ആവാം. ഇൻഫോർമൽ പ്രാക്ടീസ്, അപ്പൊ ആസ് പെർ ലോ ഓർ ഇൻഫോർമൽ പ്രാക്ടീസസ് ഓർ ആസ് പെർ എഗ്രിമെന്റ്. എന്താ ഇൻഫോർമൽ പ്രാക്ടീസസ്? നമ്മളെപ്പോഴും സാലറി ഒക്കെ പൊതുവെ വേജസ് ഒക്കെ ആസ് പെർ എഗ്രിമെന്റ് ഒക്കെ ആയിരിക്കാം. അപ്പൊ ഇൻഫോർമൽ പ്രാക്ടീസസ് മീൻസ് നമ്മളെപ്പോഴും നമ്മുടെ സ്ഥാപനത്തില് ഓണം ബോണസ് കൊടുക്കുന്നു എന്ന് കരുതുക. അപ്പൊ അത് ട്രഡീഷണൽ ആയിട്ട് കുറെ വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതിന് ഓൾറെഡി ഒരു എഗ്രിമെന്റ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അവർ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ വർഷവും മുൻ വർഷങ്ങളിലൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഓണം ബോണസ് ഈ വർഷവും കൊടുക്കേണ്ടി വരും. അതൊരു ഇൻഫോർമൽ പ്രാക്ടീസ് ആണ്. അപ്പൊ അത് കൊടുത്തിട്ടില്ല എങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും എന്തായാലും സ്ട്രൈക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ഇൻഫോർമൽ പ്രാക്ടീസസിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മീൻസ് നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ബെനിഫിറ്റുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടി. സോ ചുരുക്കി പറഞ്ഞാൽ ആസ് പെർ എഗ്രിമെന്റ് ഓർ പ്ലാൻസ്, ആസ് പെർ ലോ ഓർ ഇൻഫോർമൽ പ്രാക്ടീസസിന്റെ ബേസിസിലാണ് നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് വേരിയസ് ടൈപ്സ് ഓഫ് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളുടെയും പർപ്പസ് ഒരു യൂണിഫോമിറ്റി ഉണ്ടാക്കലും അതേപോലെ അക്കൗണ്ടിങ് സിംപ്ലിഫൈ ചെയ്യലും ആണല്ലോ. അതിന്റെ ഭാഗമായിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 15 എംപ്ലോയി ബെനിഫിറ്റുകളുടെ അക്കൗണ്ടിങ് ചെയ്യാൻ അതിലൊരു യൂണിഫോമിറ്റിയും അതിലൊരു സിംപ്ലിസിറ്റിയും ഉണ്ടാക്കുന്നതിന് വേണ്ടി എംപ്ലോയി ബെനിഫിറ്റുകളെ മെയിൻ ആയിട്ട് 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എംപ്ലോയീസിന് ഉള്ള ബെനിഫിറ്റുകളെ എന്താണ് എംപ്ലോയി ബെനിഫിറ്റ്, എങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് ഈ സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഈ എംപ്ലോയി ബെനിഫിറ്റുകളെ മെയിൻ ആയിട്ട് 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന്, ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റ്സ്. രണ്ടാമത് പോസ്റ്റ് എംപ്ലോയി ബെനിഫിറ്റ്സ്, ദാറ്റ് ഈസ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്. നെക്സ്റ്റ് നമ്പർ 3, ലോങ് ടേം എംപ്ലോയി ബെനിഫിറ്റ്സ് അതർ ദാൻ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആൻഡ് ടെർമിനേഷൻ ബെനിഫിറ്റ്സ്. അപ്പോൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതിന്റെ മെയിൻ പർപ്പസ് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ ഒരു വ്യക്തത വരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ, ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റ്സ്, ആൻഡ് നമ്പർ 2, പോസ്റ്റ് എംപ്ലോയി ബെനിഫിറ്റ്, ദാറ്റ് ഈസ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്. ലോങ് ടേം എംപ്ലോയി ബെനിഫിറ്റ്സ് അതർ ദാൻ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആൻഡ് ടെർമിനേഷൻ ബെനിഫിറ്റ്സ്. ഓക്കെ, പർപ്പസ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതില് ഫസ്റ്റ് ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റ്സ് ആണ്. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് സർവീസസ് പ്രൊവൈഡ് ചെയ്തു. ആ സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് ക്യാഷ് ആയിട്ടാവാം, നോൺ ക്യാഷ് ആയിട്ടാവാം,
അത് ലീഗൽ ഹെയർസിന് റിലേറ്റീവ്സിനാവാം, ക്യാഷ് ആവാം, നോൺ ക്യാഷ് ആവാം, അങ്ങനെ പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ട് ആ വർഷത്തിന്റെ അവസാനം അല്ലെ, മീൻസ് റിപ്പോർട്ടിംഗ് പീരീഡിന്റെ എൻഡ് മുതൽ വിതിൻ 1 അക്കൗണ്ടിങ് ഇയറിന്റെ ഉള്ളിൽ പേ ചെയ്യേണ്ടതാണെങ്കിൽ, വിത്തിൻ 1 അക്കൗണ്ടിങ് ഇയറിന്റെ ഉള്ളിൽ പേയബിൾ ആണെങ്കിൽ, എംപ്ലോയർ ആയ നമ്മുടെ സ്ഥാപനം പേയബിൾ ചെയ്യേണ്ടതാണെങ്കിൽ, ദാറ്റ് ഈസ് നോൺ ആസ് ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റ്സ്. അതിന്റെ എൻട്രി, അക്കൗണ്ട്, ഫൈനലൈസേഷൻ പ്രോസസ് നമുക്ക് പിന്നീട് സംസാരിക്കാം. ആദ്യം ഈ 4 ക്ലാസിഫിക്കേഷൻ ആദ്യം നമുക്ക് മനസ്സിലാക്കാം. സോ ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റ്സ്, എംപ്ലോയീസ് സർവീസസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. സർവീസ് പ്രൊവൈഡ് ചെയ്ത വർഷത്തിന്റെ അവസാനം മീൻസ് റിപ്പോർട്ടിംഗ് പീരീഡ് മുതൽ വിതിൻ 1 ഇയറിന്റെ ഉള്ളിൽ എംപ്ലോയർ ആയ നമ്മുടെ സ്ഥാപനം പേ ചെയ്യേണ്ടതാണെങ്കിൽ അതിനെയാണ് ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ വേജസ് ഉണ്ട്, സാലറീസ് ഉണ്ട്, പെയ്ഡ് സിക്ക് ലീവ്സ്, പ്രോഫിറ്റ് ഷെയറിംഗ് ബോണസ്, ഓൾ അതർ എന്താ പറയുക ഹൗസിംഗ് ഫെസിലിറ്റീസ് ഉണ്ടാവാം, വാഹനങ്ങൾ ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവാം, വാഹനത്തിന് പെട്രോൾ അടിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ടാവാം, അതേപോലെ നമ്മുടെ സ്ഥാപനത്തിന്റെ ഗൂഡ്സ് സബ്സിഡീസിൽ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ ആനുകൂല്യങ്ങളാണോ കൊടുക്കുന്നത് ആ വിതിൻ 1 അക്കൗണ്ടിങ് ഇയറിൽ വരുന്നത് അതിനെയാണ് ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ കാറ്റഗറിയിൽ വരുന്നത്. അപ്പൊ അതിന്റെ അക്കൗണ്ടിങ്, ജേണൽ ടു ബാലൻസ് ഷീറ്റ് നമുക്ക് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഫസ്റ്റ് ഈ 4 ക്ലാസിഫിക്കേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഈ ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റ്സിൽ ടെർമിനേഷൻ ബെനിഫിറ്റുകൾ വരില്ല. എന്താ ടെർമിനേഷൻ ബെനിഫിറ്റ്? നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിയുടെ സ്വന്തം തീരുമാനപ്രകാരം സ്റ്റോപ്പ് ചെയ്ത് പോകാം, കറണ്ട് ഇയറിൽ സ്റ്റോപ്പ് ചെയ്ത് പോകാം. അതല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ തീരുമാനപ്രകാരം സ്റ്റോപ്പ് ചെയ്ത് പോകുമ്പോൾ കൊടുക്കുന്ന സെറ്റിൽമെന്റ് എമൗണ്ട് ഉണ്ടാവും, മീൻസ് ബെനിഫിറ്റുകൾ ഉണ്ടാവാം. അത് ഏത് കാറ്റഗറിയിൽ വരില്ല? ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ കാറ്റഗറിയിൽ വരില്ല. അപ്പോൾ ടെർമിനേഷൻ ബെനിഫിറ്റുകൾ ഒഴികെ വിതിൻ സർവീസ് റെൻഡർ ചെയ്ത വർഷത്തിന്റെ അവസാനം മുതൽ ആ റിപ്പോർട്ടിംഗ് പീരീഡിന്റെ എൻഡ് മുതൽ വിതിൻ 1 ഇയറിന്റെ ഉള്ളിൽ സെറ്റിൽമെന്റ് ചെയ്യേണ്ട എംപ്ലോയി ബെനിഫിറ്റുകളാണ് ഏത് കാറ്റഗറിയിൽ വരുന്നത്? ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റിന്റെ കാറ്റഗറിയിൽ വരുന്നത്. അപ്പൊ ഇത് സാധാരണ നമ്മൾ ഇതുവരെ പഠിച്ച സംഭവങ്ങൾ തന്നെയാണ്. എൻട്രി ആയിട്ടും അക്കൗണ്ട് ആയിട്ടും നമ്മൾ ഫൈനലൈസേഷൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ എൻട്രി ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദെൻ രണ്ടാമത്തെ കാറ്റഗറി പോസ്റ്റ് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ്. ഫസ്റ്റ് എംപ്ലോയീസ് സർവീസിൽ ഇരിക്കുന്ന സമയത്തുള്ളതാണ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ളതാണ്. അടുത്ത പോസ്റ്റ് എംപ്ലോയി ബെനിഫിറ്റ്സ് ഓർ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എന്ന് പറയാം. റിട്ടയർമെന്റിന് ശേഷം, സർവീസ് കാലാവധി കഴിഞ്ഞതിന് ശേഷം, 1 മിനിറ്റ് സർവീസ് മീൻസ് റിട്ടയർമെന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത എംപ്ലോയീസിന് ആസ് പെർ എഗ്രിമെന്റ് ഓർ ആസ് പെർ ലോ, ആസ് പെർ ഇൻഫോർമൽ പ്രാക്ടീസസ് ഗ്രാറ്റുവിറ്റി ഉണ്ടാവാം, പെൻഷൻസ് കൊടുക്കേണ്ടി വരും, പ്രോവിഡന്റ് ഫണ്ട്, മെഡിക്കൽ കെയർ ഉണ്ടാവാം, മറ്റുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പോസ്റ്റ് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ് ക്ലാസിഫിക്കേഷൻസിലാണ് വരിക. സോ ഫസ്റ്റ് കാറ്റഗറി ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റ്സ്, ദെൻ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ പോസ്റ്റ് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്, അടുത്ത ലോങ് ടേം എംപ്ലോയി ബെനിഫിറ്റ്സ് അതർ ദാൻ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആണ്. അതില് എംപ്ലോയീസ് ഒക്കെ നിലവില് സർവീസിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ലോങ് ലീവ് എടുത്തിട്ടുണ്ടാവാം. ആ സമയത്ത് കൊടുക്കുന്ന ബെനിഫിറ്റ്സ്, ലോങ് ടേം ഡിസബിലിറ്റി ബെനിഫിറ്റ്, ബോണസസ് നോട്ട് ഹോളി പേയബിൾ വിതിൻ 12 months ഓഫ് ദ ഇയർ എൻഡ്. അപ്പോൾ മീൻസ് എംപ്ലോയീസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവര് റിട്ടയർ ചെയ്തിട്ടില്ല, ബട്ട് മോർ ദാൻ 12 months കാറ്റഗറിയിൽ വരുന്നു. അടുത്ത ടെർമിനേഷൻ ബെനിഫിറ്റ് ആണ്.
VRS ആണ്, വളണ്ടറി റിട്ടയർമെന്റ് സ്കീം. ഇങ്ങനെയാണ് 4 ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. അപ്പൊ ഇതിന്റെ അക്കൗണ്ടിങ് മീൻസ് എൻട്രി എങ്ങനെ എഴുതണം, അക്കൗണ്ട് എങ്ങനെയാണ്, ഫൈനലൈസേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അപ്പൊ ഈ 4 ക്ലാസിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് വൺ, ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റ്സ്. സർവീസ് പ്രൊവൈഡ് ചെയ്തു, എംപ്ലോയി വർക്ക് ചെയ്തു, ആ വർക്ക് ചെയ്ത വർഷത്തിന്റെ അവസാനം മുതൽ വിത്തിൻ 1 ഇയറിന്റെ ഉള്ളിൽ സെറ്റിൽമെന്റ് ചെയ്യേണ്ട ബെനിഫിറ്റുകളാണ് എന്ത്, ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റ്സ്. പോസ്റ്റ് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് ആഫ്റ്റർ റിട്ടയർമെന്റ്, ഗ്രാറ്റുവിറ്റി, പെൻഷൻ, പ്രോവിഡന്റ്, പോസ്റ്റ് എംപ്ലോയ്മെന്റ് മെഡിക്കൽ കെയർ എക്സെട്ര. ലോങ് ടേം എംപ്ലോയി ബെനിഫിറ്റ്, എംപ്ലോയി റിട്ടയർമെന്റ് ചെയ്തിട്ടില്ല, സർവീസിലിരിക്കുകയാണ്, ലോങ് ലീവ് ബെനിഫിറ്റ്സ് ഉണ്ടാവാം, ലോങ് ടേം ഡിസബിലിറ്റി ബെനിഫിറ്റ്, ബോണസസ്. അതുകൂടാതെ ടെർമിനേഷൻ ബെനിഫിറ്റ് ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ കാറ്റഗറിയിൽ വരുന്നതല്ല. അപ്പോൾ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസിന്റെ ക്ലാസിഫിക്കേഷനിൽ സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടി, അതിനൊരു വ്യക്തത ഉണ്ടാക്കുന്നതിന് വേണ്ടി ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റ് ആണ്. അപ്പോൾ ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റിന്റെ മീനിങ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റിന്റെ കേസസിൽ എംപ്ലോയീസ് സർവീസസ് റെന്റേഡ്, എംപ്ലോയീസ് സർവീസ് തന്നു കഴിഞ്ഞു. അപ്പോൾ അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാ? മോണിറ്ററി ആവാം, നോൺ മോണിറ്ററി ആവാം, എംപ്ലോയീസിന് നേരിട്ടാവാം, അതേപോലെ റിലേറ്റീവ്സിനാവാം, അത് മീൻസ് സ്പൗസസ്, കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ മോണിറ്ററി ആവാം, നോൺ മോണിറ്ററി ആവാം, സാലറി ആയിട്ടാവാം, പിന്നെ സബ്സിഡീസിൽ ഗൂഡ്സ് കൊടുക്കുന്നതാവാം, എന്ത് കേസസും ആവാം. അപ്പോൾ ഏത് വർഷമാണോ സർവീസസ് റെൻഡർ ചെയ്ത് ആ വർഷത്തിന്റെ എൻഡ് മുതൽ വിത്തിൻ 1 അക്കൗണ്ടിങ് ഇയറിന്റെ ഉള്ളിൽ പേയബിൾ ആണെങ്കിൽ മാത്രമാണ് ഇത് ഷോർട്ട് ടേം ഷോർട്ട് ടേം കാറ്റഗറിയിൽ വരുന്നത്. ഷോർട്ട് ടേം കാറ്റഗറിയിൽ വരുന്ന ആ പീരീഡ് ആണ്. മീൻസ് സർവീസ് റെൻഡർ ചെയ്ത ഡേറ്റ് മുതലല്ല കൗണ്ട് ചെയ്യേണ്ടത്, സർവീസ് റെൻഡർ ചെയ്ത വർഷത്തിന്റെ അവസാനം മുതൽ വിത്തിൻ 1 ഇയർ. അപ്പൊ അതിന്റെ അക്കൗണ്ടിങ്, അപ്പോൾ ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റിന്റെ അക്കൗണ്ടിങ്, അതിന്റെ ബെനിഫിറ്റ് ഓൾറെഡി റിസീവ്. അപ്പോൾ അതുകൊണ്ട് ഡിസ്കൗണ്ടഡ് വാല്യൂന്റെ കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യേണ്ട, പ്രസന്റ് വാല്യൂ കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സപ്പോസ് സാലറി ആണെങ്കിൽ സാലറി കറണ്ട് ഇയറിൽ തന്നെ പെയ്ഡ് ആണെങ്കിൽ സാലറി അക്കൗണ്ടഡ് ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന് എഴുതി ആ സാലറിനെ P&L അക്കൗണ്ടിൽ ക്ലോസ് ചെയ്യാം. സോ കറണ്ട് ഇയറിൽ. പിന്നെ കറണ്ട് ഇയറിലെ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വരുന്നതാണല്ലോ, സാലറി അക്കൗണ്ട് ഡേറ്റഡ് ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ് എന്ന് എഴുതി ആ സാലറീനെ P&L അക്കൗണ്ടിൽ ക്ലോസ് ചെയ്ത് ഔട്ട്സ്റ്റാൻഡിങ് സാലറീസിനെ ലയബിലിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്ത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കൊണ്ടുപോയിക്കുക. അടുത്ത വർഷം ക്യാഷ് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ആ ലയബിലിറ്റി അക്കൗണ്ട് സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ. ഇനി സപ്പോസ് വേജസ്, സാലറീസ് ആൻഡ് വേജസിന്റെ കേസസ് എങ്ങനെയാണ്? അതേപോലെ എംപ്ലോയീസിന് പ്രോഫിറ്റ് ഷെയറിങ്, നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് ഷെയറിങ്ങിന്റെ ഒരു പോർഷനാണ് കൊടുക്കുന്നത് കരുത്, ബോണസ് ആയിട്ട് കൊടുക്കുന്നു എന്ന് കരുത്. അപ്പോൾ ബോണസിനെ എക്സ്പെൻസസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ട് ആ വർഷം തന്നെ P&L അക്കൗണ്ടിൽ ക്ലോസ് ചെയ്യാം. പിന്നെ ലീവ് സാലറീസ് റെക്കഗ്നൈസ് ചെയ്ത് ക്ലോസ് ചെയ്യാം, സിക്ക് ലീവ് സാലറീസ് റെക്കഗ്നൈസ് ക്ലോസ് ചെയ്യാം, മെഡിക്കൽ കെയർ എക്സ്പെൻസസ് നമ്മുടെ സ്ഥാപനത്തിന് എംപ്ലോയീസിന് വേണ്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ എക്സ്പെൻസസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്ത് ക്ലോസ് ചെയ്യാം. അതേപോലെ മീൻസ് വാഹനങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള അലവൻസസ്, ഹൗസ് റെന്റ് അലവൻസസ്, അങ്ങനെയുള്ള എന്തെങ്കിലും അലവൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ എക്സ്പെൻസസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ട് P&L അക്കൗണ്ടിൽ ക്ലോസ് ചെയ്യാം. ചിലപ്പോൾ നമ്മുടെ സ്ഥാപനത്തിന്റെ ഗൂഡ്സ് കോസ്റ്റ് കുറച്ചുകൊണ്ട് സ്റ്റാഫിന് സാലറീസ് ആയിട്ടൊക്കെ കൊടുക്കാമല്ലോ, അതൊക്കെ ബേസിക് ലെവൽ മുതലേ തന്നെ പഠിക്കുന്നതാണ്. അപ്പം ചിലപ്പോൾ സംടൈംസ് കറണ്ട് ഇയറിന്റെ സാലറി മീൻസ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് പ്രീപെയ്ഡ് ആവാം. പ്രീപെയ്ഡ് ആണെങ്കിൽ നമ്മൾ ബേസിക് ലെവൽ എൻട്രി പഠിച്ചിട്ടുണ്ട്, പ്രീപെയ്ഡ് സാലറി അക്കൗണ്ട് ഡേറ്റഡ് ടു എക്സ്പെൻസ്. അപ്പോൾ ആ പ്രീപെയ്ഡ് ഫിഗറിനെ എസെറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാം. സോ അപ്പോൾ ഈ സാധനം ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് എക്സാമിന് വരുന്നതല്ല, മനസ്സിലാക്കാൻ വേണ്ടി ആ ജേണൽ ടു ബാലൻസ് ഷീറ്റ് കണക്ട് ചെയ്ത് മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് മാത്രമാണ്. അക്കൗണ്ടിങ് ഫോർ ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റ്സ്, ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റിന് ജേണൽ ബുക്കിൽ എൻട്രി വേണം, അക്കൗണ്ട് വേണം, ഫൈനലൈസേഷൻ ചെയ്യണം. ഓക്കെ. അപ്പോൾ അതിന് പ്രസന്റ് വാല്യൂ കാൽക്കുലേഷനോ ഡിസ്കൗണ്ട് ഫാക്ടറിന്റെ കാൽക്കുലേഷൻ ഒന്നും ആവശ്യമില്ല എന്നാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് നമ്പർ 15 പറയുന്നത്. സോ അതാത് വർഷം തന്നെ നമുക്ക് മാച്ചിങ് കോൺസെപ്റ്റ് പക്ക ക്ലിയർ ആക്കാൻ പറ്റുന്നതുകൊണ്ടാണ്
പ്രസന്റ് വാല്യൂ കാൽക്കുലേഷനും ഡിസ്കൗണ്ട് ഫാക്ടറിന്റെ കാൽക്കുലേഷനും ചെയ്യാതെ തന്നെ അക്കൗണ്ടിങ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ജേർണൽ എൻട്രി അടക്കം മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം മതി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇതിൽ ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റ്സിന്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ കാറ്റഗറിയിൽ ടെർമിനേഷൻ ബെനിഫിറ്റുകൾ വരില്ല. നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ തീരുമാനപ്രകാരം അതല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ തീരുമാനപ്രകാരം ടെർമിനേറ്റ് ചെയ്യാം. ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള പേയ്മെന്റ്സ് അല്ലെ, സെറ്റിൽമെന്റ് ചെയ്യുന്ന സമയത്ത് സെറ്റിൽമെന്റ് എമൗണ്ടുകളൊന്നും ഇത് ഷോർട്ട് ടേം കാറ്റഗറിയിൽ വരുന്നില്ല. അപ്പൊ അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, അതേപോലെ പോസ്റ്റ് എംപ്ലോയി ബെനിഫിറ്റ്സ്, ലോങ് ടേം എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ ഒക്കെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് സെപ്പറേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബാക്കിയുണ്ട്. ഞാനിപ്പോൾ 4 ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ ഇത് എക്സാം പോയിന്റിൽ ഇമ്പോർട്ടന്റ് അല്ല. ഏത് ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എക്സാം പോയിന്റിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല. കാരണം ഇത് ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിച്ചു വരുന്ന കാര്യമായതുകൊണ്ടാണ്. ഓക്കെ.